നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിൽ നിന്ന് വിസ റദ്ദാക്കി നാട്ടിൽ വന്ന ഒരുപാട് പ്രവാസികളുണ്ട്. എന്നാൽ വിവിധങ്ങളായ നിയമക്കുരുക്കിൽ അകപ്പെട്ട് തിരിച്ച് യുഎയിൽ എത്താനാകാതെ കുടുങ്ങിയ നിരവധി മലയാളികളുമുണ്ട്. സുഹൃത്തുക്കളും ബന്ധുക്കളും വിശ്വാസവഞ്ചന നടത്തി സാമ്പത്തിക കെണിയിൽ അകപ്പെട്ടവർ, ബാങ്കിനെയും കെട്ടിട ഉടമയെയും പറ്റിച്ച് നാടുവിട്ടവർ, അങ്ങനെ നിരവധി ആൾക്കാർ ഇക്കൂട്ടത്തിലുണ്ട്. എന്തിനേറെ പറയുന്നു, സ്വന്തം പേരിൽ കേസുണ്ടെന്ന് അറിയാതെ തിരിച്ചെത്തി ജയിലിലായ മലയാളികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരം കേസുകളിൽ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെത്തിയാൽ ഉടൻ പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയാണ് പതിവ്. എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇതിന് ആഴ്ചകൾ വരെ എടുക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് പല കേസുകളും. വിസ റദ്ദാക്കുന്നതിനു മുൻപ് സ്വന്തം പേരിൽ ഒരു ബാധ്യതയില്ലെന്ന് ഉറപ്പാക്കുക. വിസ, ലേബർ കാർഡ്, തൊഴിൽ കരാർ, ബാങ്ക് അക്കൗണ്ട്, ജലവൈദ്യുതി, ഫോൺ, ഇന്റർനെറ്റ് കണക്ഷൻ, കെട്ടിട വാടക, വാഹനം തുടങ്ങി സ്വന്തം പേരിലുള്ള എല്ലാ ബാധ്യതകളും തീർക്കുക. മാത്രമല്ല, എല്ലാ ഫയലുകളും കുറ്റമറ്റതാക്കി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങുക. അൽഖബാൻ അഡ്വക്കേറ്റ്സിലെ സീനിയർ ലീഗൽ കൺസൾട്ടന്റായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളിയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായും ഇത്തരത്തിലുള്ള കേസുകൾ ഒഴിവാക്കാനാവുന്നതാണ്. നിയമക്കുരുക്കിൽപ്പെട്ട് പോകാതിരിക്കാൻ വാടക കരാർ അവസാനിപ്പിക്കുന്നവർ 90 ദിവസം മുൻപ് കെട്ടിട ഉടമയെ രേഖകൾ സഹിതം അറിയിക്കുക. കുടിശ്ശിക ഇല്ലെന്നും ഫ്ളാറ്റ് ഉടമയ്ക്ക് കൈമാറിയതായും രേഖാമൂലം എഴുതി വാങ്ങുക. വാടക കരാർ റദ്ദാക്കണമെങ്കിൽ ഉറപ്പായും ജലവൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കണം. എമിറേറ്റിലെ ജലവൈദ്യുതി ദാതാക്കൾക്ക് അപേക്ഷ നൽകി നിശ്ചിത ദിവസം കണക്ഷൻ റദ്ദാക്കാൻ ആവശ്യപ്പെടുക. അതുവരെയുള്ള കുടിശ്ശിക തീർക്കുക. ക്രെഡിറ്റ് കാർഡ്, വായ്പാ കുടിശ്ശികയുണ്ടെങ്കിൽ അത് തീർക്കുക. പണം അടയ്ക്കാനില്ലെന്നും ക്രെഡിറ്റ് കാർഡും അക്കൗണ്ടും റദ്ദാക്കിയതായും രേഖയുണ്ടാകണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നീട് ബാങ്ക് കേസ് കൊടുത്താൽ സിവിൽ കേസ് പ്രകാരം കോടതി വിധിച്ച മുഴുവൻ തുകയും കോടതി ചിലവും പലിശയും വക്കീൽ ഫീസുമെല്ലാം അടയ്ക്കേണ്ടി വന്ന ഗതി വരും. വാഹന വായ്പ ഉണ്ടെങ്കിൽ തീർക്കണം. വാഹനം മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ ഇതിന്മേൽ വരുന്ന എല്ലാ കേസുകൾക്കും ഉടമ ഉത്തരം പറയേണ്ടി വരും. വായ്പയുള്ള വാഹനം മറ്റൊരാളെ ഏൽപ്പിക്കരുത്. വായ്പ അടച്ചില്ലെങ്കിലും നിയമവിരുദ്ധ കാര്യങ്ങൾക്ക് വാഹനം ഉപയോഗിച്ചാലും ഉടമയാണ് കുടുങ്ങുന്നത്. നിങ്ങളുടെ പേരിലുള്ള മൊബൈൽ, ലാൻഡ് ലൈൻ, ഡയലപ്പ്, ഇന്റർനെറ്റ് കണക്ഷനുകളെല്ലാം റദ്ദാക്കുക. പ്രീപെയ്ഡ് ആയാലും പോസ്റ്റ് പെയ്ഡ് ആയാലും കുടിശ്ശിക തീർക്കുക. അതിന്റെ രേഖ കൈവശമുണ്ടാകണം. വിൽക്കാത്ത വാഹനം മറ്റാർക്കെങ്കിലും താൽക്കാലികമായി ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പവർ അറ്റോർണി എഴുതി നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.